ഇതാണ് സ്ട്രോബെറി. വട്ടവടയിൽ സ്ട്രോബെറി ഫാം ഇഷ്ടം പോലെയുണ്ട്. இப்போ காய் எப்படி ஆகும்? இது வந்து ஜைவவளம். ஜைவவளம். ஆல்கோல் இல்ல, மருந்து இல்ல, ஜைவவளம். അല്ല ഇത് എത്ര ടൈം വേണോ ഇത് സ്ട്രോബെറി വരെ? 3 മാസം 4 മാസം. இப்போ இது வந்து ஃபர்ஸ்ட் ஒரு மாசம் இது வந்து இப்போ காயா இருக்குல்ல. ஸ்ட்ராபெரி பூவும் காயா இருக்கு. ஓ கரெக்ட். எடுத்து சாப்பிட்டு பாரு ஸ்ட்ராபெரி. எடுக்கணுமா? நான் எடுக்கட்டா நீ எடுக்கறியா? எடுக்க முடியல. അടിപൊളിയല്ലേ. അടിപൊളി ടേസ്റ്റ്. ഇതിൽ എത്ര വരും? ഇത് എത്ര കിലോ, എത്ര ക്വാണ്ടിറ്റി വരും? ഇതിൽ കോൺട്രാക്ട് നല്ല സ്ട്രോബെറി 5 കിലോ കിടക്കും. 5 കിലോ കിടക്കും. 1 കിലോക്ക് എவ்வளோ? 1 കിലോക്ക് 500 രൂപ. മാർക്കറ്റിൽ കൊടുത്താ? ഇല്ല ഇല്ല, ഇങ്ങേ ആൾക്കാർ വാങ്ങിട്ട് പോരും. അല്ല മാർക്കറ്റ് ഇவ்வளோ അധികം കിടക്കുമ്പോ അല്ല മാർക്കറ്റിൽ നമുക്ക് കൊടുക്ക മാட்டோம். ആൾക്കാർ വന്ന് വാങ്ങിക്കും. ഓ ആൾക്കാർ വാങ്ങി. ഇത് കൾട്ടിവേറ്റ് പണ്ണതുക്ക് എவ்வளோ? ഇത് എന്നെ വേണോ ഇതില്? ഒന്നും വേണ്ട. ഇത് തന്നി മാത്രം പൊടി കൊടുപ്പാക. മുളകട്ട அப்படியே அடிச்சு விட்டா போதும். ഓക്കേ ഓക്കേ. இப்போ இது 3 மாசத்தோட வந்துடும் இல்ல? எதுக்கு இது கவர் போட்டுட்டு இருக்கு? மண்ணு பிடிக்காம. ஓ மண் அப்படியே நிக்கும். ஆமா. ஒரு நாத்துல 1/4 கிலோ பழம் கிடைக்கும். ஓ அப்படியே. சரி கொண்டு போ. ஆமா. இது பிடிக்குமா? தை செண்டு நல்ல மണം. இப்ப செண்டு போடுறாங்களோ இதுக்குள்ள தைலம் தான். തൈലെല്ലാം இதுக்குள்ள தைலம். സ്ട്രോബെറി ഇങ്ങനെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഈ മണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ. കണ്ട ഇതിലിപ്പോൾ 1 കിലോന് 500 രൂപ വെച്ചിട്ട് ഇവർക്ക് കിട്ടും. ഇതിലൊക്കെ 5 കിലോ ഒക്കെ ആവുന്ന പറയുന്നത് മൊത്തം. ഇഷ്ടംപോലെ കണ്ടത് ഒരു സ്ട്രോബെറി ഉണ്ട്. ഇഷ്ടംപോലെ സ്ട്രോബെറി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയുള്ള കാഴ്ച. വട്ടവട മൂന്നാറിൽ നിന്നും 40 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് വട്ടവട. അതിൻ്റെ ഒരു കാഴ്ച ഭയങ്കര. ഫ്രൂട്ട്സ് കൾച്ചർ, ഒരുപാട് പഴങ്ങളൊക്കെ ഇവിടെ, ഫ്രൂട്ട്സ് കൾട്ടിവേഷനൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രൂട്ട്സൊക്കെ ഇവിടെ നല്ലോണം കൾട്ടിവേറ്റ്. സ്ട്രോബെറി, നമ്മൾ നേരത്തെ കണ്ട സ്ട്രോബെറി, പലതും ഇവിടെയുണ്ട്. അതിൻ്റെ ജ്യൂസ്, അതിൻ്റെ വൈന്. ഒരു തമിഴ്നാട് കൾച്ചറാണ് ഇവിടെയുള്ളത്. കാരണം ഇതിൻ്റെ ഇടയിൽ തമിഴ്നാടിൻ്റെ ബോർഡർ ഏരിയ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് തേനി ഇവിടുന്ന് പോവാം. നടന്ന് നമുക്ക് ഇവിടുന്ന് കൊടൈക്കനാൽ പോവാം. നടന്ന് പോകാൻ പറ്റുമോ? വണ്ടി അതിലൂടെ പോവില്ല. അങ്ങനെ ഒരുപാട് തമിഴ്നാടുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രാമമാണിത്. എന്താ ഭംഗിയുള്ള കാഴ്ച കണ്ട. മാനം മുട്ട വരുന്ന പർവ്വത നിരകൾ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വട്ടവടയിൽ ഒരു ഫാം കാണാൻ പോവാണ്, സ്ട്രോബെറി ഫാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് എൽ ഷാദായി സ്ട്രോബെറി. ഇതാണ് സ്ട്രോബെറി ഫാം. ഏക്കർ കണക്കിനുണ്ട്. ഇവിടെ ടിക്കറ്റൊന്നുമില്ല. ഇതിന് പഴംതോട് എന്ന് അങ്ങനെ ഒരു പേരുണ്ട്. ഇത് വട്ടവടയിൽ നിന്ന് കാണുന്ന മലനിരകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചിലന്തിയാർ പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. കുറച്ച് മലയൊക്കെ കുറച്ച് കയറണം. ഏകദേശം ഒരു 5 കിലോമീറ്റർ വട്ടവടയിൽ നിന്ന് ഉണ്ട്. ആരോടും ചോദിച്ചാൽ മതി.
അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സീസൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ സ്ട്രോബെറി കാണാൻ സാധിക്കൂ. ഇഷ്ടം പോലെയുണ്ട്. അത് ആ മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഷീറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ഹോളാക്കിയിട്ടാണ് ഇവരുണ്ടാക്കുന്നത്. സ്ട്രോബെറി വൈനൊക്കെ വളരെ ഔഷധമാണ്. ഇതാണ് ഇങ്ങനെ വരി വരിയായിട്ട് വരുന്നിട്ട് കണ്ട ചെറിയ സ്ട്രോബെറി ഒക്കെ കാണിച്ചത് കണ്ടത് സ്ട്രോബെറി അത് ഇപ്പോൾ പച്ച കളറിലത് ചുവന്നായിട്ട് വരും. ചുവപ്പും ഉണ്ട്, ഞാൻ അങ്ങോട്ട് കാണിച്ചത് കണ്ടതാ ചുവപ്പ് കണ്ടതാ ചുവന്നത് കണ്ട. ചിലത് പഴുത്തിട്ടുണ്ട്, ചിലത് പഴുത്തിട്ടില്ല. പലതരത്തിലുള്ള ചായപ്പൊടികളുണ്ട്. സ്ട്രോബെറി ഫ്ലേവർ, പിന്നെ മിൻറ്റ്, വനില, ലെമണ്, അത്രയും തരത്തിൽ 3-4 ടീ. ഇത് നോർമൽ ടീ. പിന്നെ ക്യാരറ്റ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അത്ര നിരനിരയായിട്ട് വരും. കണ്ട ഇതിൽ ചെടിയിൽ ഇത് വന്നിരിക്കും കണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നോക്കുക, വലുത് സ്ട്രോബെറി.